പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി വന്നതല്ലേ? എന്നാ ഒരു 5 മാർക്ക് നിങ്ങളെ പോക്കറ്റിലേക്ക് ഇട്ടാലോ? യെസ്, ബാ പഠിക്കാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയർ. മക്കളെ, നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതും ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 100% ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നു മക്കൾ എന്ത് ചെയ്യുക, ക്ലാസ് മുഴുവനായിട്ട് കാണാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്, തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ ലൈക്ക് ചെയ്ത്, അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഫീഡ്ബാക്കുകൾ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കേട്ട് കണ്ടിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും വീഡിയോസ് ഒരുപാട് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഏതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കി വെക്കാം. ദാ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ, ഇതാണ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്ക്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും 2 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും ഗുണനഫലത്തെ 4 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ബോധം കെട്ട് അങ്ങോട്ട് വെക്കും. കാര്യം ക്വസ്റ്റ്യൻ അത്രയും ഒരു കൺഫ്യൂസിങ് ആണ് അല്ലേ. ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 4, ദ പ്രൊഡക്റ്റ് ഓഫ് 2 numbers, one of which leaves റിമൈൻഡർ 1 on division by 4 and the other remainder 2. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് സാധനം? ഞാൻ പറഞ്ഞ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, കുറെ നമ്പേഴ്സ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം 1 വരുന്നുണ്ട്. റിമൈൻഡർ മിച്ചം എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഞാനൊരു കാര്യം കാണിച്ചുതരാം. 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരും, 1 ശിഷ്ടം വരും. അതായത് ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 4 ഏതാണ്? 1 ആണ് ഇത് വരുന്നത്. ആദ്യത്തെ 1 ആണ് വരുന്നത്, 1 റിമൈൻഡർ വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തിന് നിങ്ങൾ എങ്ങനെ ചെയ്താന്നറിയോ? 4m, അതായത് 4 കൊണ്ട് ഹരിച്ചാൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് 4 കൊണ്ട് ഹരിച്ചാൽ നമ്മൾ 4m. എത്ര റിമൈൻഡർ വരുന്നത്? 1 അല്ലേ. ശിഷ്ടം 1 ആണ് വരുന്നത്. അപ്പൊ +1 ഇട്ട് കൊടുക്കാം. ശിഷ്ടം എത്രയാണോ റിമൈൻഡർ അത് എന്ത് ചെയ്യുക, പ്ലസ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ആദ്യത്തെ ആ ഒരു ഹിന്റ്. ഓക്കെ, റെഡി. അപ്പോൾ അതുപോലെ അടുത്തൊരു സെക്ഷൻ കൂടെ ഉണ്ട്. ഞാൻ നോക്ക് നോക്ക്. ഇതാ വരുന്ന ഒരു സംഖ്യയുടെയും 2 മിച്ചം വരുന്ന സംഖ്യയുടെയും. അപ്പം ഇതേ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 2 മിച്ചം വരികയാണ്. അപ്പൊ ആദ്യം നമുക്ക് 4m + 1 പകരം നമുക്ക് അടുത്ത ദിനം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, 4m പകരം അടുത്തൊരു ഇംഗ്ലീഷ് ലെറ്റർ ഏതെങ്കിലും എടുത്താൽ മതി. ഞാൻ m വെറുതെ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ n എടുത്തു. ഇവിടെ അടുത്ത സെക്ഷനിൽ എത്രയാ മിച്ചം വരേണ്ടത്, റിമൈൻഡർ വരേണ്ടത് എത്രയാ? രണ്ടാമത്തെ സെക്ഷനിൽ റിമൈൻഡർ വരേണ്ടത് 2 ആണ്. അപ്പൊ 4n + 2, ഇതാണ് 2 സംഖ്യ. ഓക്കെ, ആദ്യം അവർ പറഞ്ഞു 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരിക. 4 കൊണ്ട് ഹരിച്ചാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, 4m ആയിട്ട് എടുക്കുക. ഡിവിഷൻ ബൈ 4 എന്ന് പറഞ്ഞാൽ 4m എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ 4m + 1, അതുപോലെ 4n 2 വരുമ്പോൾ എങ്ങനെ വരും? 4n + 2. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്ക്, ഇവ രണ്ടിൻ്റെയും ഗുണനഫലത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്തെന്നാണ് ചോദിച്ചത്. ഇത് ഓൾജിബ്രാക് ടൈപ്പ്, അതായത് ബീജഗണിതത്തിലൂടെ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇവയുടെ ഗുണനഫലം ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആള്, രണ്ടാമത്തെ ആള്. അപ്പൊ അത് രണ്ടും തമ്മിൽ ഗുണിക്കാം. അപ്പൊ 4m + 1, ഓക്കെ, 4n + 2 ഇത് തമ്മിൽ ഗുണിക്കാം. അപ്പൊ എങ്ങനെ ഗുണിക്കാം? നമ്മൾ മറ്റേ ലോ എടുത്താൽ മതി. അതായത് സിമ്പിൾ. എന്താ നോക്കോ, ഞാൻ ഓരോന്ന് ചെയ്യുന്നത് നോക്കണം കേട്ടോ. എന്താ നോക്കോ, ആദ്യം 4m എന്ത് ചെയ്യാൻ പോവാണ്? 4m ഇതൊന്നും കൂടി മാറ്റി കേട്ടോ. 4m ഈ 4 ഇതാ കണ്ടോ കണ്ടോ. അപ്പൊ 4m നോക്ക് ശ്രദ്ധിച്ചേ, 4m × 4n. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ചെയ്താ 4m × 4n. റെഡിയാണോ? അടുത്ത് നോക്ക് 4 അടുത്ത ആൾ കൊടുക്കുക 4m × 2 അല്ലേ. നമുക്ക് പ്ലസ് ഇട്ടേക്കട്ടോ. ഓരോരുത്തർ ചെയ്യുക. ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലസ് ഇട്ടിട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലസ്, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വരിക? രണ്ടാമത്തെ എങ്ങനെയാ? 4m × 2, 4m × 2. ഓക്കെ, അടുത്ത പ്ലസ് ഇട്. അപ്പോൾ അടുത്തോനും ഇവിടെ സെറ്റായി. റെഡി, 2 പേരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കഴിയും. ഇതാ നോക്ക്, 1 ഇതാ ഈ 4m അത് കഴിഞ്ഞു കേട്ടോ, 2 പേർക്കും കൊടുത്തു. അടുത്ത് നോക്ക് 1 × 4m. ഇതാ 1 × 4n. അപ്പൊ 1 × 4n ചെയ്താ 1 താഴത്ത് ചെയ്തതിനാണ് സെല്ലാത്തതുകൊണ്ടാണ് 4n. സെറ്റാണല്ലോ, കാണുന്നില്ലേ? ഓക്കെ, റെഡി, 4n. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്ക് 1 × 2, 1 × 2. ഓക്കെ, 1 × 2 എന്ന് പറഞ്ഞാൽ അടുത്ത സെക്ഷൻ ഇതാ 1 × 2. ഞാൻ ഓരോന്ന് വൃത്തിക്ക് ഇതാ 4 എണ്ണം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. റെഡി ആണല്ലോ. നമുക്കൊന്ന് വിശദീകരിച്ചൊന്ന് ചെയ്ത് നോക്കാം. അതെങ്ങനെ ചെയ്യാന്ന് നോക്ക്. 4m ഉം 4n ചെയ്യൽ എങ്ങനെ അറിയോ? 4 ഉം 4 ഗുണിച്ചാൽ 16 അല്ലേ, 16. എന്നിട്ട് m ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 4 × 4 16
ശേഷം എം ഇടുക, എൻ ഇടുക, എം എൻ. ഓക്കെ, റെഡി ആണല്ലോ. അടുത്തത് അപ്പോൾ ഓനെ നമ്മൾ സെറ്റിലാക്കി കഴിഞ്ഞു കേട്ടോ. അതുപോലെ 4 × 2, 4 2 എത്രയാ? 8. ഇവിടെ ഏതാണ്? എം. അപ്പൊ എം ഇട്ട് കൊടുക്കും. ഓക്കെ ഓക്കെ, മക്കൾ മനസ്സിലാക്കിയോ? 4ഉം 2ഉം ചെയ്യുന്നു, എം ഇട്ട് കൊടുക്കുന്നു. റെഡി ആണല്ലോ. അടുത്തത് 1 × 4n. 1 × 4n എന്ന് പറഞ്ഞാൽ 4n ആണ്. 1 കൊണ്ട് ഗുണിച്ചാൽ ഏത് നമ്പർ ആ നമ്പർ അല്ലേ കിട്ടുക? അപ്പൊ 4n. 1 × 2, അപ്പൊ ഇവരും ചെയ്തു കേട്ടോ. 1 × 2 2. ഇതാണ് പരിപാടി. ഞാൻ എന്താ ചെയ്തത്? അതിന് മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതാണ് ശിഷ്ടം 1 വരുന്നത്, റിമൈൻഡർ 1 വരുന്നത്. ഇതാണ് ശിഷ്ടം 2 വരുന്നത്. അപ്പൊ 4 കൊണ്ട് ഹരിച്ചാൽ എന്ന് പറയുമ്പോൾ 4 എന്നുള്ളത് എന്ത് ചെയ്യുക? എവിടെ ഇട്ട് കൊടുക്കാം? 4m 4n അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ 4mനെ 2 പേർക്കും ചെയ്തു, അപ്പൊ കിട്ടി. അതുപോലെ ഈ 1നെ 2 പേർക്കും ചെയ്തു, അപ്പൊ ഇതും കിട്ടി. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്. റെഡി. ഇനി ബാക്കി ചെയ്യേണ്ടത് കഴിയാനായിട്ടുണ്ട്. നമ്മൾ ഞാൻ അടുത്ത പേജിൽ എഴുതി കാണിച്ചാൽ ഞാൻ. ഓക്കെ, ഇവിടെ ഇനി സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അടുത്ത പേജിൽ എഴുതി കാണിച്ചതാ, കണ്ടോ? ഇത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ. ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഈ 16ഉം ഞാൻ വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചാൽ 16ഉം 8ഉം 4ഉം എന്തോ ഒരു ബന്ധമുണ്ട്. ഈ 3 നമ്പറും 4ന്റെ ഗുണിതങ്ങളല്ലേ? 4ന്റെ ഗുണിതങ്ങൾ, 4ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ആ 4 പുറത്താക്കാം. ഓനെ പുറത്താക്കാം. അപ്പൊ പുറത്താക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ 16ന്ന് ആ 4 ഇറങ്ങും അല്ലേ? 16ൽ എത്ര 4 ഉണ്ട്? 16ൽ 4 എണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ 4 എഴുതുന്നു, ശേഷം എം എന്നും കൂടെ എഴുതണം. എം എൻ ഇങ്ങനെ എഴുതാം. ഓക്കെ, റെഡിയാണോ? അപ്പോൾ റെഡിയാണോ? അപ്പൊ ഞാൻ ആ ഉള്ളിൽ ബ്രാക്കറ്റിൽ ഇടാൻ പോകണം കേട്ടോ. അപ്പൊ ഞാൻ എന്താണ് ചെയ്തത് മനസ്സിലായോ? ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറഞ്ഞിട്ട് ശ്രദ്ധിച്ചോ. ഈ 16ഉം 8ഉം 4ഉം 4ന്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 16ന് ഞാൻ എന്ത് ചെയ്തു? 16ൽ 4 ആ ഒരു 4 എന്ത് ചെയ്തു? പുറത്തെടുത്തു. ബാക്കി 4 ഇവിടെ ഉണ്ടാവും. ഓക്കെ, 4 4 4 16 ആവുള്ളൂ. അതുപോലെ ബാക്കി ചെയ്ത, അപ്പൊ ബാക്കി മനസ്സിലാവും. നോക്ക്, ഇതും കൂടെ കേട്ടാ സെറ്റ് ആവും. നോക്ക്, 8ൽ 4 ഇവിടെ പുറത്തുണ്ട്. 8ൽ 4 പുറത്തുണ്ട്. 8ൽ 4 പുറത്തുണ്ട്. ബാക്കി ആരാ ഉണ്ടായാലും ഉള്ളില് 2 ഇവിടുത്തെ എം. ഓക്കെ, ഇതൊക്കെ ഡിവിഷൻ ആണ് സംഭവം. ഒന്ന് ആലോചിച്ച് നോക്ക്. 16ൽ 4 അല്ലേ പുറത്തിട്ടു, ബാക്കി 4 അല്ലേ? 4 × 4 ആണ് 16. 8ൽ 4 പുറത്തിട്ടു, ബാക്കി 2. 4 × 2 8 ആവുള്ളൂ. അതാണ് സംഭവം. അങ്ങനെയാണെങ്കിൽ അടുത്തതും കൂടെ നിങ്ങൾ ചെയ്യണം. എങ്ങനെ ചെയ്യാം? കേട്ടോ, ഇവിടെ 4n എന്നുണ്ട്. അപ്പൊ 4n എന്ന് പറഞ്ഞാൽ ആ 4n ഒരു 4 ഇല്ലേ? ആ 4 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോൾ ഉള്ളിലാരുമില്ല. ഉള്ളിലില്ല എന്ന് പറഞ്ഞാൽ ഒരു n ഉണ്ടാവും. അപ്പൊ +n. റെഡിയാണോ? ഇനി ഈ 2 അതേപോലെ എഴുതാം. +2. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. നമ്മുടെ ഉത്തരം കിട്ടാൻ പോവാണ്. നേരത്തെ മാതിരി നമ്മൾ നേരത്തെ പറഞ്ഞെന്താ നോക്ക്, 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്നതാണിത്. അതുപോലെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടുന്നതാണിത്. അപ്പോൾ 4ന്റെ എമ്മും ഉണ്ട്, എന്നും ഉണ്ട് അല്ലേ? 1 ആണെങ്കിൽ ഇപ്പുറത്ത് 1ഉം 2ഉം വരണ്ടേ? അതുപോലെ നമുക്ക് ഇതൊന്ന് കൺസിഡർ ചെയ്യാം മക്കളെ. നോക്ക്, 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടുന്നു. അതായത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് മുഴുവൻ നമുക്ക് എന്തെടുക്കാം? നേരത്തെ നമ്മൾ എമ്മോ എന്നോ ഒക്കെ ആയിട്ട് എടുത്തില്ലേ? 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പറയാം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2. അപ്പൊ ഇവിടത്തെ റിമൈൻഡർ അതായത് ശിഷ്ടം എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് വേഗം പറയാൻ പറ്റൂലേ? ഏതാണ് പറ? ഈ 2 ആയിരിക്കും അല്ലേ? കാരണം എന്താ? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആണെങ്കിൽ ഇവിടെ അല്ലേ വരിക? ശിഷ്ടം 2 ആണെങ്കിൽ ഇവിടെ അല്ലേ വരിക? അപ്പൊ ഇതും അതേപോലെ നോക്ക്, ഇവിടെ 4 ഉണ്ട്. ഇത് ഒരു ടേം ആയിട്ട് എടുത്താൽ മതി. ഒരു ഇത് ഓക്കെ, 2 പുറത്ത്. ഒരു ചോദ്യം കൂടെ ചെയ്താൽ നിങ്ങൾ സെറ്റ് ആവും. റെഡിയാണോ? അപ്പൊ നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ വേഗം നോക്ക്. ക്വസ്റ്റ്യൻ ഏതാ? സോറി, ക്വസ്റ്റ്യൻ അല്ല. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ റെഡിയാണ്. നേരത്തെ മാതിരി തന്നെ ചെയ്യാം. ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്ക്, ശേഷം നമുക്കൊന്ന് ചെയ്യാൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ക്വസ്റ്റ്യൻ നോക്ക്. ചോദ്യത്തിൽ നോക്ക്, 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യ. അപ്പൊ എന്താ പറയുന്നത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് എത്ര റിമൈൻഡർ വരുന്നത്? 1 റിമൈൻഡർ വരണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്താ? 3m +1. 1 റിമൈൻഡർ വരാറിന് 1 ഇടാം. ഓക്കെ, അപ്പൊ ഒരു ഇവിടെ സെറ്റ് ആയി കേട്ടോ. ഓക്കെ, അതുപോലെ അടുത്ത് പറ 2 മിച്ചം വരുന്ന സംഖ്യയുടെയും 2 മിച്ചം വരുന്ന സംഖ്യയുടെയും. അപ്പൊ 2 മിച്ചം വരികയാണെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താ? 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 റിമൈൻഡർ വരിക. അത് അവിടെ നോക്ക്, ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. ഓക്കെ, 2 റിമൈൻഡർ വരുന്നത്. അപ്പൊ 2 റിമൈൻഡർ വരിക എന്ന് പറഞ്ഞാൽ 3n + 2. ഓക്കെ, ഒന്നുമില്ല മക്കളെ,
മക്കൾ മനസ്സിലാക്കി വെച്ചോ. അതായത് ശിഷ്ടം ഇവിടെ 3 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങളിവിടെ 3 ഇടേണ്ടത്. നേരത്തെ 4 കൊണ്ടായപ്പോൾ 4 ഇട്ടിരുന്നു. എത്രയാണോ റിമൈൻഡർ അത് ഇവിടെ അത്രേ ഉള്ളൂ. ഓക്കെ, റെഡിയാണോ? ഇനി ഇതൊന്ന് ചെയ്ത് നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണേ, ശ്രദ്ധിച്ചിരിക്കണേ. ഇത് ഗുണനഫലം എന്താണ്, ഗുണനഫലത്തിന്റെ ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എത്രയായിരിക്കും വരിക എന്നാ ചോദിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം 3m × 3n, 3m × 3n. റെഡിയാണോ? അതുപോലെ അടുത്തടുത്ത് അടുത്താണ് പ്ലസ് 3m × 2. ഒന്നുമില്ല, ഞാൻ പറയുന്നത് എന്താ, ഇയാളെ ചെയ്തു. ആരെ? ഇവനെ ആദ്യത്തെ ആളെയും കൊടുത്തു, അതാണ് ഇത്. ഇവനെ രണ്ടാമത്തെ ആളെയും കൊടുത്തു, അതാണ് ഇത്. ഓക്കെ, ഓരോരുത്തരെ കൊടുത്ത് കഴിയുമ്പോൾ പ്ലസ് നടുക്ക് ഇടണേ. ഓക്കെ, അടുത്ത് 1 × 3n. 1 × 3n എന്ന് പറഞ്ഞാൽ എത്രയാ? 3n ആണ്. അത് വേണമെങ്കിൽ അവിടെ ഇരിക്കല്ല, നമുക്ക് 1 × 2. 1 × 2. ഓക്കെ, അപ്പൊ 4 പേരും ആയി. ഇനി ഒന്ന് ചെയ്ത് നോക്കല്ലേ, നമുക്ക് വേഗം ചെയ്യും. നേരത്തെ മാതിരി നോക്ക് കാണിച്ചു തരാം. 3 3 9. ഇവിടെ എമ്മും ഉണ്ട് എന്നും ഉണ്ട്. mn പ്ലസ് 3 2 പറ 6. ഇവിടെ എം ഉള്ളൂ എം. ഓക്കെ, അതുപോലെ 1 × 3n. 1 × 3n എന്ന് പറഞ്ഞാൽ 3n ആണ്. 3n പ്ലസ് 1 × 2. 1 × 2 എന്ന് പറഞ്ഞാൽ 2. സെറ്റ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇതൊന്ന് പുറത്തെടുക്കാൻ പറ്റുമോ? ഇത് നേരത്തെ മാതിരി തന്നെ. നേരത്തെ നമ്മളിതാ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് 4 പുറത്തെടുത്തിരുന്നു അല്ലേ? അതുപോലെ ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്ന നമ്പർ ഏതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 4 കൊണ്ട് ഹരിക്കുമ്പോൾ പുറത്തെടുക്കാൻ പറ്റുന്ന 4 ആയിരിക്കും. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഏതായിരിക്കും പുറത്തെടുക്കാൻ പറ്റുന്നത്? 3. കണ്ടോ, ഞാൻ കാണിച്ചുതരാം. നോക്കി, ഇവിടെയൊക്കെ 3. നോക്കി, ഇവിടെ 9. 3 ഉണ്ട്, 6. 3ന്റെ ഗുണിതമാണ് 3. 3ന്റെ ഗുണിതമാണ് അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാം. അപ്പൊ 3 പുറത്തെടുക്കാരെ 3നെ പുറത്തെടുക്കാം. 3നെ പുറത്തെടുക്കാം. 3 പുറത്തെടുത്തു. ഈ 9ൽ എത്ര 3 ഉണ്ട്? അത് അവിടെ എഴുതുന്നുണ്ട്. 9ൽ 3 3mn പ്ലസ് അതേപോലെ 6ൽ എത്ര 3 ഉണ്ട്? 2 എണ്ണം. പിന്നെ ഈ m അതേപോലെ എഴുതുക. അതുപോലെ ഈ 3ൽ എത്ര 3 ഉണ്ട്? 1 തവണയാണ്. അപ്പൊ ഒരു n എഴുതണ്ട, n എഴുതിയാൽ മതി. എന്നിട്ട് ബ്രാക്കറ്റ് ഇടാം. ഇവൻ വേറെ തന്നെയല്ലേ നിൽക്കുന്നത്? +2. കണ്ടോ, ആൻസർ ആയി. കണ്ടോ, 2 അല്ലെ 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത്, അതാണിത്. 3 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന റിമൈൻഡർ ആണ് ഇവിടെ. ഞാൻ പറഞ്ഞിരുന്നു, റിമൈൻഡർ എപ്പോഴും എവിടെ എഴുതുക, നമ്മൾ ഇവിടെ എവിടെ എഴുതുക. അപ്പൊ ഇതായിരിക്കില്ലേ റിമൈൻഡർ, ശിഷ്ടം. അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇത് ഒറ്റതായിട്ട് എടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ 3m + 2 എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഇതിന്റെ അർത്ഥം എന്താ? 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2. ഈ എമ്മിന് പകരമാണ് ഈ മുഴുവൻ. ഇതൊരു m എന്ന് പറയുന്ന ടേമാന്ന് വിചാരിക്കാം. ഇവിടെ കണ്ടോ 3. അപ്പൊ 3m + 2. അപ്പൊ ഇതിത്തെ ശിഷ്ടം ഏതാന്ന് ചോദിച്ചാൽ ഏതാ? ഈ എക്സ്ട്രാ നിൽക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ശിഷ്ടം എപ്പോഴും റിമൈൻഡർ എപ്പോഴും എവിടെ വരിക? ഇപ്പുറത്തുള്ള നമ്പർ ആയിരിക്കും വരിക. അപ്പൊ ഇത് ഒറ്റ ടേം ആയിട്ട് എടുത്താൽ മതി. ഈ 3നെ കിട്ടാനാണ് ഈ പണി. 4 ഇവിടെ 4 കിട്ടുക, 3 ഇവിടെ 3 കിട്ടുക. അപ്പൊ ശിഷ്ടങ്ങൾ എപ്പോഴും എവിടെ നോക്കിയാൽ മതി? ഇവിടെ നോക്കിയാൽ മതി. നമ്മുടെ അത്തരം ഒരേ പൊളി സെറ്റ്. റെഡിയാണോ? അപ്പൊ റെഡി ആണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ ലൈക്ക് അടിച്ചേ. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് കണ്ടുനോക്കുക. തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ് എല്ലാം ഏകദേശം ഒക്കെ ഇങ്ങനെ നടന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ പൊന്നു മക്കളോട് പറയാനുള്ള കാര്യം, എക്സാം ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഇൻസ്റ്റഗ്രാം ID നിങ്ങൾ അറിയിക്കാം. സാർ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ, എങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, വൈശാഖ് JR എന്ന് പറഞ്ഞ ID എന്ത് ചെയ്യുക, അറിയിക്കാൻ മറക്കരുത്. എല്ലാവരുടെയും റീപ്ലൈ ഞാൻ കാണുന്നുണ്ട്, എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കാറുമുണ്ട്. അപ്പം എൻ്റെ പൊന്നു മക്കൾ എന്ത് ചെയ്യുക, അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ചോദ്യം റിപ്പീറ്റ് ആയിട്ട് കാണുക, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം കഴിഞ്ഞാൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ VCR സൈനിങ് ഓഫ്. Thank you.